ഹായ്, വെൽക്കം ടു അക്ഷിത വ്ലോഗ്. നമ്മൾ ചെയ്യുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം ഇത് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പം ചേച്ചി ഉണ്ടാക്കിയത് വീഡിയോ എടുത്താൽ കേട്ടോ. ഇനി ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആദ്യം നമ്മൾ നല്ല കുനുകുനാന്നരിഞ്ഞ സബോള വേണം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് ഇളക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലപോലെ ഇളക്കണം കേട്ടോ. 6 ആക്ട് മാനറിൽ ഇളക്കണം എന്നാണ് ഉണ്ടാക്കിയ ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെ കൈവിടാണ്ട് നിന്നിട്ട് ഇളക്കുക. എന്നിട്ട് അത് നല്ലപോലെ എന്താ പറയുക, ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ, വഴറ്റി എടുക്കണം. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ടോ. ഈ പൊടിയുടെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന സബോളയുടെയും ബാക്കി കാര്യങ്ങളുടെയും അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ്, നമ്മൾ 4 സബോളയാണ് എടുത്തത്. ഇത്രയും പൊടികൾ ചേർത്ത് പിന്നെ വീണ്ടും അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വഴറ്റിയെടുക്കണം. ഇത് പൊടിയുടെ പച്ചമണം മാറുന്ന സമയം വരയ്ക്കും നല്ലപോലെ ഇളക്കിയെടുക്കണം. കൈ വിടാണ്ട് ഇളക്കുക. ഉപ്പ് ചിക്കൻ ഇട്ടിട്ട് ആഡ് ചെയ്യുന്നവരുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആഡ് ചെയ്യാം. പിന്നെ ഇപ്പം ഇട്ടത് ചിക്കൻ മസാലയാണ് കേട്ടോ. കരിയരുത് പൊടി, അത് കാരണം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പം ഏകദേശം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു ഹാഫ് തക്കാളി നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ചിക്കൻ കഴുകി വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഉള്ള ചിക്കനാണ് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ചേർക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് അങ്ങനെ ചിക്കൻ ചേർക്കാം. അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ചുമ്മാ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആക്കിയാലും മതി. ഏത് രീതി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞങ്ങളിവിടെ എന്താ പറയുക, പുരട്ടി വെക്കാൻ മറന്നുണ്ടായിരുന്നു. ജസ്റ്റ് ചിക്കൻ അതിനകത്ത് ചേർത്തിട്ട് പിന്നെ ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്തത്. നല്ലപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാല പിടിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോഴാണ് ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഉപ്പ് ആദ്യം ചേർക്കാം. സവോള വഴറ്റുന്ന നേരത്തെ നമുക്ക് ഇത്തിരി ഉപ്പ് ചേർക്കാം. ബാക്കി ഉപ്പ് ഇപ്പം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഇളക്കുന്ന ആൾക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് റോളുണ്ട്. ആളാണ് ഇതെല്ലാം ചെയ്തത്. എല്ലാ ഭാഗത്തും ആയിന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരു കെറ്റിലിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ജസ്റ്റ് അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചാൽ മതി കേട്ടോ. ഇത് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ തുറന്നാണ് നമുക്ക് പാല്, 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലിനായിട്ട് നമ്മളിവിടെ തേങ്ങയ്ക്ക് ഇപ്പം എന്താല്ലേ വില, അപ്പം തേങ്ങാപ്പാലാണ് യൂസ് ചെയ്തത്. ആ പാലിൽ നമ്മൾ ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് ആദ്യത്തെ പാല് ചേർത്തത്. അത് കഴിഞ്ഞാൽ ആ ചിക്കൻ ഒന്നും കൂടെ ആ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്തതിന് ശേഷം പിന്നെ രണ്ടാമത് ആണ് നമ്മൾ 2-ാം പാലായിട്ട്, അതായത് വെള്ളം ചേർക്കാത്ത പാല് ചേർത്തത് കേട്ടോ. അത് നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഈസ്റ്ററായിട്ട് നമ്മൾ നല്ല പാലപ്പത്തിൻ്റെ കൂടെയോ നൂൽപുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റായിരുന്നു കേട്ടോ. ചോറിൻ്റെ കൂടെയും കഴിക്കാം, പ്രശ്നമൊന്നുമില്ല, എന്നാലും പറയാണ്. 2-ാം പാലിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ആദ്യത്തെ പാൽ ഒഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇത്രയും കൂടി വേണം തോന്നിയപ്പോൾ പിന്നെ ഞങ്ങൾ ആ പാല് മൊത്തം എടുത്ത് ഒഴിച്ചു കേട്ടോ. അപ്പം ഇതിനൊരു അളവ് എന്ന് പറയാനായിട്ട്, ഇപ്പം നമ്മളെ തേങ്ങ പിഴിഞ്ഞ പാലാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. നമുക്ക് ആ പാലിൻ്റെ രുചി പെട്ടെന്ന് അറിയാം. നമ്മളിങ്ങനെ മേടിച്ച പാലായതുകൊണ്ടാണ് ഒരു കളറ് ഒരു ഭംഗിയിൽ വരാതിരുന്നത്. പക്ഷെ ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ.
നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് ഇത്തിരി ഗരം മസാലയും കൂടി നമ്മൾ ജസ്റ്റ് ആ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. ഇനി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അപ്പമാണ്. അപ്പം ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ പൊടി വാങ്ങിയിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കിയത്. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് ചിക്കൻ കറിയും അപ്പം ആയിരുന്നു ഞങ്ങളുടെ ഈസ്റ്റർ സ്പെഷ്യൽ. നിങ്ങളുടെ എന്താ? അപ്പോൾ ടാറ്റ ബൈ ബൈ. സി